അടിയന്തര പ്രമേയമായി ഉന്നയിച്ച പ്രതിപക്ഷം CPM-ന്റെ അക്രമ രാഷ്ട്രീയം തുറന്നു കാട്ടാനുള്ള അവസരമാക്കി. കണ്ണൂരിൽ കുഴപ്പങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സമ്മതിച്ചു. ദൗർഭാഗ്യകരമാണ്. ബോംബ് നിർമ്മാണം തടയാൻ പോലീസ് വ്യാപക പരിശോധനകളിലാണ്. മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ ആരോപണങ്ങളില്ലാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ മറുപടി. എന്നാൽ CPM-ന് പങ്കുള്ള മുൻകാല സ്ഫോടനങ്ങൾ അക്കമിട്ട് നിരത്തി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. എരഞ്ഞോളി സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമല്ല. തെളിവ് നശിപ്പിക്കാനും ബോംബ് നിർമ്മാണത്തിനും പോലീസ് ഒത്താശയുണ്ടെന്ന് പ്രതിപക്ഷം കടന്നാക്രമിച്ചു. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇതവിടെ കൊണ്ടുവച്ച ആളുകൾ തന്നെ സംഭവ സ്ഥലം വളഞ്ഞ് അവിടെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, കൂടുതൽ ബോംബുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് ഉടച്ചു മാറ്റി തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. കണ്ണൂർ CPM-ലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് ബോംബ് നിർമ്മാണമെന്ന് VD സതീശൻ ഒരു പടി കടന്നാക്രമിച്ചു. ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ ഇത്? ഇതോടെ K. സുധാകരനെ ഉന്നമിട്ട് കോൺഗ്രസിനെതിരെ മുൻകാല സംഭവങ്ങൾ നിരത്തി മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം. DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഇത് പുക മാത്രം വരുന്ന ബോംബ്, ഇത് മാരകമായ ശേഷിയുള്ള ബോംബ്, 3-4 തരം ബോംബ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അത് DCC ഓഫീസിലായിരുന്നല്ലോ. തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ CPM ആണെന്ന് BJP രംഗത്തെത്തി. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള CPM ശ്രമത്തിന് പോലീസ് ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണമാണ് UDF-ഉം BJP-യും ഉന്നയിക്കുന്നത്. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.